കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും RDX എന്ന് വിശ്വസിക്കുന്നത്. ഇപ്പം മലയാളത്തിൽ കുറേ നാളുകൾ തല്ലുമാല വേറൊരു രീതി വന്നെങ്കിലും ഒരു അടിപ്പട അല്ലെങ്കിൽ ആക്ഷന് കുറേയേറെ പ്രാധാന്യം കൊടുത്തൊരു സിനിമ വരുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കുമല്ലോ. അപ്പം RDX സംബന്ധിച്ച് ആ ട്രെയിലറിന് താഴെ എല്ലാവരും കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഓണത്തിന് RDX കണ്ടിട്ട് മറ്റേ വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന പോലെ നമുക്ക് തിരിച്ചു പോകാമെന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ആക്ഷൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ പടത്തിൽ ആക്ഷൻ സീക്വൻസസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് അൻവരവ് മാസ്റ്റേഴ്സ് ആണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ വലിയ വലിയ പടങ്ങളൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് വലിയ പടങ്ങൾ ചെയ്യുന്ന കൊറിയോഗ്രാഫേഴ്സ് ആണ്. അപ്പൊ അവർ ഓൺ ബോർഡ് ആണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം പടത്തിന്റെ കൊറിയോഗ്രാഫിയിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫിന്റെ ക്വാളിറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിലാണ് സ്റ്റണ്ട് ഒക്കെ എടുത്തേക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇത് വെറും ഒരു തല്ലുപടം അല്ലെങ്കിൽ ഓണത്തിന് ഒരു അടിപ്പടം എന്നുള്ളതല്ലാതെ ഇതിൽ ഫാമിലി ഇമോഷൻസും ഇപ്പൊ ഫാമിലിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്ട് തന്നെയാണ് ശരിക്കും. അപ്പൊ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം പിന്നെ വരുന്ന കാര്യങ്ങളാണ് ഈ സ്റ്റണ്ടൊക്കെ. അപ്പം അതുകൊണ്ട് എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. ഇപ്പം ഞങ്ങളെല്ലാവരും പറയുന്നത് തന്നെ തിയേറ്റർ ഒരു പൂരപ്പുറമാക്കാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പം ഫാമിലി ഓഡിയൻസിനായാലും ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പടം തന്നെയായിരിക്കും. ഇപ്പൊ ഈ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ ഒരു കാമുകിയെ പോലെ ഒരു റൊമാൻറ്റിക് ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിലോ? ഞാൻ പടത്തിൽ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് മിനി എന്നാണ്. ഷെയ്ൻ്റെ പേരായിട്ടാണ് ഞാൻ പടത്തിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏജിൽ ഉണ്ടാവുന്ന ഒരു റൊമാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പടത്തില്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊന്ന് മലയാളത്തിൽ കുറെ കാലത്തിന് ശേഷമായിരിക്കും ഇപ്പോൾ പ്രോപ്പറായി കൊറിയോഗ്രാഫി ചെയ്ത ഒരു സോങ് ഒക്കെ ഞങ്ങൾക്ക് ഒരു ഡ്യൂറ്റ് ഒക്കെ ഉണ്ട്. അത് സാൻഡി മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫി ചെയ്തത്. ഈ ഹീറോയിന്റെ പിറകെ പാട്ടുപാടി നടക്കുന്ന ഡാൻസ് ചെയ്ത് നടക്കുന്ന ഹീറോ എന്നുള്ള കോൺസെപ്റ്റിനൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് മാറി വേറെ രീതിയിലാണല്ലോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റും പടത്തിലുണ്ട്. അപ്പം ഹീറോയിന്റെ പിറകെ പാട്ടുപാടി ഷെയ്ൻ ഡാൻസ് ചെയ്ത് നടക്കുന്ന സീക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫൺ ആയിരിക്കും എന്തായാലും. ഈ റൊമാൻസ് സീക്വൻസ് ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യൂട്ടായ ഒരുപാട് മൊമെന്റ്സ് ഒക്കെ പടത്തിലുണ്ട്. അപ്പം കണ്ട് അറിയിക്കുക. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ മൂവിയിൽ ഇപ്പം ഫൈറ്റ് മാസ്റ്ററിൻ്റെ കാര്യമായിക്കോട്ടെ, ശാന്തി മാസ്റ്റർ ആയിക്കോട്ടെ, അങ്ങനെ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അതിൻ്റെ കൂട്ടത്തിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രൂവിൽ ബിഹൈൻഡ് ദ ക്യാമറ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺ സ്ക്രീൻ ഇപ്പം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആയാലും ബാബു അന്നി ചേട്ടൻ, ലാൽ സർ, ഇങ്ങനെ ഒരുപാട് സീനിയറായ ആക്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യും. മാലപാർവതി ചേച്ചിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ ഒക്കെ സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് മിന്നൽ മുരളിക്ക് ശേഷം അവർ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് RDX. അപ്പം അവരൊരു സിനിമ എടുത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ എന്തായാലും കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ അത് ഓൺ സ്ക്രീൻ ആയാലും ബിഹൈൻഡ് ദ ക്യാമറ ആയാലും എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മധുരരാജയ്ക്ക് ശേഷം പിന്നെ മഹിമേനെ നമ്മൾ വാലാട്ടി, ഇപ്പം ഇതാണ്ട് RDX. ശരിക്കും മലയാളത്തിൽ ഗ്യാപ്പ് എടുത്തത് തമിഴിൽ അവസരങ്ങൾ കൂടിയത് കൊണ്ടാണോ അതോ നല്ല കഥകൾ വരാത്തതുകൊണ്ടാണോ, എന്താണ്? ഞാനങ്ങനെ വാണ്ടഡ് ആയി എടുത്ത ഗ്യാപ്പ് അല്ല അത്. മധുരരാജ വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു എനിക്ക് ആ സിനിമയിൽ. മധുരരാജയ്ക്ക് ശേഷം എനിക്ക് മലയാളത്തിൽ ഒരു പടം ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഒരു ഡ്യൂറേഷനുള്ള വരുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് മലയാളത്തിൽ നല്ലൊരു ക്യാരക്ടർ വരുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ചെയ്യാമെന്നാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ആ സമയത്താണ് വാലാട്ടി ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു. പക്ഷെ ഞാനൊരു അഡൽട്ട് ഡോഗ് ഫാനാണ്, ഡോഗ് ലവറാണ്. എനിക്ക് ഡോഗ്സിന് ഒരുപാട് ഇഷ്ടം. അപ്പം അങ്ങനെ ഒരു സബ്ജക്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് വാലാട്ടി. ആ സമയത്താണ് ഞാൻ RDXന്റെ സബ്ജക്ട് കേൾക്കുന്നത്. അപ്പോൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളത് എന്നോട് ഫസ്റ്റ് ടൈം ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് നരേഷൻ തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ്. പിന്നെ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, ടെക്നീഷ്യൻസ് ആയാലും ക്രൂ ആയാലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ്. അപ്പം അങ്ങനെയാണ് RDXൽ ഞാൻ സൈൻ ചെയ്യുന്നത്. അങ്ങനെ മാറി നിന്നതല്ല. എനിക്കൊരു പിന്നെ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, എനിക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് തമിഴിലാണ്. കാരണം ഞാൻ തമിഴിലാണ് കുറച്ചും കൂടെ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ്. അല്ലാതെ ഞാൻ വേണമെന്ന് വിചാരിച്ചു മലയാളം വേണ്ട എനിക്ക് തമിഴ് ചെയ്താൽ മതി എന്നൊന്നും മാറിയിരിക്കുന്നില്ല. തീർച്ചയായും നല്ല പ്രോജക്ട്സ് മലയാളത്തിൽ വരുമ്പോൾ ചെയ്യാൻ താല്പര്യം. ഓക്കെ, ഇപ്പം തമിഴിലോട്ട് പോയ കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയ പല നടന്മാർ അല്ലെങ്കിൽ നടിമാരൊക്കെ പറയുന്നത് റവന്യൂ കൂടുതലുണ്ട് കമ്പാരിറ്റീവ്ലി. നമുക്ക് പല പല ആൾക്കാർ മലയാളത്തിൽ തിരിച്ചറിയുന്നതിനേക്കാളും കൂടുതൽ ഹൈപ്പ്, അങ്ങനെ നമ്മുടെ കരിയർ വൈസ് ആയിട്ട് എല്ലാം നോക്കുമ്പോൾ ഭയങ്കര രീതിയിൽ നമ്മൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തമിഴ് ഫിലിം സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തോടുള്ള ഒപ്പീനിയൻ എങ്ങനെയാണ്? ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമ എടുത്തു നോക്കുമ്പോൾ വളരെ നല്ല കണ്ടന്റ്സ്, ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്സ് വരുന്നത് മലയാള സിനിമയിൽ നിന്നാണ്. ഇപ്പം എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കിയാൽ ഒരുപാട് മലയാളി ആക്ടേഴ്സിനെയാണ് ഇപ്പോൾ മറ്റേ ലാംഗ്വേജിലൊക്കെ അവർ കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തമിഴായാലും തെലുങ്കായാലും ഹിന്ദി ആയാലും. ഇപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവും.
ഈ റവന്യൂ എന്നുള്ളതൊക്കെ ഡിപ്പെൻസ്. ഇപ്പം കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ റവന്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന പടങ്ങളെയാണ്. ഇപ്പൊ ചിലപ്പോൾ ചെറിയ ബഡ്ജറ്റ് സിനിമയായിരിക്കും, ചിലപ്പോൾ വലിയ ബഡ്ജറ്റ് സിനിമയായിരിക്കും. അത് തമിഴായാലും മലയാളമായാലും തെലുങ്കായാലും ഇതൊക്കെ സിനിമയുടെ ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അങ്ങനൊരു മാറ്റം അങ്ങനൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. എനിക്കിപ്പോൾ മലയാളമായാലും തമിഴായാലും എല്ലാം സിനിമ എന്നുള്ളൊരു മീഡിയം മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തമിഴ് സംസാരിക്കുക എന്നുള്ളത്. ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ തമിഴ് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഇപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം മലയാളിയാണ്, കാസർഗോഡുകാരിയാണ്, പക്ഷേ ആൾക്കാർക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നയാൾ തമിഴ്നാട്ടിലെ ആ നായികമാരുടെ ലുക്ക് മലയാളിയാണെന്ന് തന്നെ തോന്നത്തില്ലാത്ത രീതിയിലുള്ള ലുക്ക് വരും. അതേപറ്റി നമ്മൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കമന്റ്സ് അങ്ങനെ എനിക്കിത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാലാട്ടി ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ RDX ചെയ്യുന്ന സമയത്ത് ശരിക്കും പെപ്പേക്കൊന്നും ഞാൻ മലയാളിയാണ്, അവരുടെ ടീമൊന്നും ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ അറിയില്ലായിരുന്നു. നഹാസ്, ഞങ്ങളുടെ പടത്തിന്റെ ഡയറക്ടർ നഹാസ് സർ പറഞ്ഞിട്ടാണ് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ മനസ്സിലാവുന്നത്. അത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ കൂടുതൽ സിനിമ ഞാൻ പ്രോപ്പറായി ഒരു ഹീറോയിൻ ക്യാരക്ടർ ലോഞ്ച് ആവുന്നത് തമിഴിലാണ്, മലയാളത്തിലല്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് മലയാളത്തിലാണ്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞ സിനിമ ദിലീപേട്ട അനിയത്തിട്ട് അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ തമിഴിലോട്ട് പോയി. പിന്നെ ഞാൻ ചെയ്ത സിനിമയൊക്കെ തമിഴില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. പിന്നെ എനിക്ക് മലയാളം ഇൻഡസ്ട്രി ആയിട്ട് വലിയൊരു കോൺടാക്റ്റും ടച്ചും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ അധികം ചെയ്തതും തമിഴിലായതുകൊണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഒരുപാട് പേരെ അടുത്തത് പറയുന്നുണ്ട്. ഇനി ഈ RDX വന്നതിന് ശേഷം ഒരു പക്ഷെ അത് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു മലയാളിയാണെന്നല്ലേ. ഞാനൊരു മലയാളി. ഇപ്പം കാര്യസ്ഥനിലെ രാധിക, പിന്നെ അമ്മ ടീച്ചർ. അപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാസർഗോഡുകാരി എങ്ങനെയാണ് ഈ മലയാള സിനിമയിലോട്ട് എത്തിപ്പെട്ടത്, അങ്ങനെ ഒന്ന് പറയാമോ? മലയാളം സിനിമയിൽ എത്തിപ്പെട്ടത് തന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയായിരുന്നു എനിക്ക് സിനിമയാണ് എൻ്റെ സ്വപ്നം എന്നുള്ളത് വീട്ടുകാർക്കൊക്കെ അറിയായിരുന്നു. പക്ഷെ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ഒരു കോൺടാക്റ്റും ഒരു ടച്ചും ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. അപ്പോൾ വളരെ സർപ്രൈസിങ് യാദൃശ്ചികമായിട്ടാണ് ബേക്കൽ ഫോർട്ട്, കാസർഗോഡാണല്ലോ ബേക്കൽ ഫോർട്ട്, അവിടെ വെച്ചിട്ട് ഒരു തമിഴ് ഡയറക്ടർ എന്നെ കാണുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് കണ്ടിട്ട് ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു. ആ സിനിമ എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് വേറെ ചില കാരണങ്ങൾ കൊണ്ട്. അവിടെ നിന്നാണ് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ആദ്യം കാര്യസ്ഥൻ എന്ന് പറയുന്ന പടത്തിന്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ അയച്ചു കൊടുക്കുന്നത്. അപ്പം എനിക്കായിട്ട് അതിനൊരു എഫേർട്ട് ഇട്ട് ഞാൻ ഓഡിഷന് പോവോ അല്ലെങ്കിൽ ആരെങ്കിലും പോയി കാണുമോ, ഡയറക്ടേഴ്സിനെ പോയി കാണേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷെ നമ്മൾ പറയില്ലേ, വളരെ എന്താ പറയുക, ഡീപ്പായ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും നടക്കും എന്ന് പറയില്ല. അങ്ങനെ സംഭവിച്ചതാണ്. ഞാനായിട്ട് അതൊരു എഫേർട്ട് എടുത്ത് പോയതല്ല. പിന്നെ കാര്യസ്ഥൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് എൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ തമിഴ്, ഞാൻ സാട്ടേ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആദ്യം തമിഴിൽ ചെയ്തത്, അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടന്നതാണ്, ഞാനായിട്ടൊന്നും പോയി ചെയ്തതല്ല. ഇപ്പം മഹിമ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് മറ്റേ കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കുന്നവരെയാണ്. അപ്പം ഞങ്ങൾക്ക് മുമ്പിൽ എന്തെങ്കിലും വാക്ക് സംസാരിക്കാൻ പറ്റും? എന്താ പറയണ്ടേ, എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ RDXനെ പറ്റി തന്നെ പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഇപ്പം പേരായിട്ട് അഭിനയിച്ചത് ഷെയ്നികമാണല്ലോ, പുള്ളിനെ പറ്റി കാസർഗോഡിൽ പറഞ്ഞു. പുള്ളിനെ പറ്റി കാസർഗോഡ് പറഞ്ഞു. ഷെയ്നിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കാണുമ്പോൾ ഞാൻ എന്ത് നിരീക്ഷെങ്കിൽ ജോന് ഭയങ്കര മുണ്ടുന്ന ആള്, നല്ലോണം മുണ്ടു, അങ്ങനെയെല്ലാം നിരീച്ചത്. ഞാൻ പറയുന്ന മനസ്സിലാവണുണ്ടോ, അങ്ങനെയെല്ലാം ഞാൻ നിരീച്ചത്. പക്ഷെ സെറ്റിൽ പോയിട്ട് നോക്കിയെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആവും, എന്ത് മുണ്ടേല. ഞാൻ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ മിണ്ടു, അത്ര തന്നെ, പിന്നെ എന്ത് മിണ്ടുന്നില്ല. നെക്സ്റ്റ് ഡേ പോയിട്ട് മിണ്ടിയെങ്കിൽ ഇന്നലെ മിണ്ടിയേണ്ടത് ഓർമ്മയേ ഉണ്ടാവില്ല, പുതിയതായിട്ട് മുണ്ടണമല്ലോ. അങ്ങനെ 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 ഒരു മുണ്ടുന്ന സ്റ്റൈല് ഷെയ്ന്. വർക്ക് ചെയ്യുമ്പോൾ നല്ല ഇതുണ്ടായിരുന്നു, മജ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചില്ലെങ്കിൽ നല്ലോണം അഭിനയിക്കാനെല്ലാം അറിയുന്ന നടന്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി. ഇനി ദിലീപ് ഏട്ടൻ, കാരണം തുടക്ക സിനിമ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടന്റെ കൂടെ സിനിമയിലോട്ട് ചൂടച്ചത്. അപ്പൊ അനീത്തിക്കുട്ടിയായിട്ട് കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ഏറെ ഭാഗ്യം. അപ്പം ഷെയർ ചെയ്തോളൂ. ആ സമയം എനിക്കൊന്നും അങ്ങനെ ഒരു മെച്യൂരിറ്റി ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ കാര്യസ്ഥനിൽ അഭിനയിക്കുന്ന സമയം എനിക്ക് ഡയലോഗും ഇല്ല, ആ സിനിമയിൽ ഡയലോഗ്സ് ഒന്നും ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേര്, കാരണം അത് ഒരുപാട് മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റ് അഭിനയിച്ച സിനിമയാണ്. ഇപ്പോഴും അത്രയും ആർട്ടിസ്റ്റ് അഭിനയിച്ച സിനിമ വേറെ ഒന്നും ഉണ്ടാവില്ല. അത്രയും സീനിയറായ ആൾക്കാരും ജൂനിയറായ ആൾക്കാരും എല്ലാവരും അഭിനയിച്ച സിനിമയാണ്. അതെ, ഒരുപാട് സീരിയൽ താരങ്ങളും അങ്ങനെ അഭിനയിച്ച സിനിമയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേരെ നേരിട്ട് കാണുക എന്നുള്ള ഷോക്കിൽ തന്നെയായിരുന്നു ഞാൻ. അപ്പം ആ സമയത്ത് ആരോടും പോയി സംസാരിക്കാനോ എന്നുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ എല്ലാവരുടെയും കൂടെ അങ്ങ് കൂടെ നിൽക്കുക, സംസാരിക്കുക, അതൊക്കെ ഫണ്ണായിരുന്നു എക്സ്പീരിയൻസ്. ദിലീപേട്ടനായാലും എല്ലാവരോടും
വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ. അപ്പം ആദ്യമായി സിനിമ ചെയ്യുന്നുള്ള ഒരു ഇതൊന്നും പേടി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു നല്ലോണം. അതൊക്കെ മാറ്റാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം മമ്മൂക്ക രണ്ട് മൂവി എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് സിനിമ മാസ്റ്റർ പീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ മമ്മൂക്കിനെ കണ്ടിട്ടേ ഇല്ല. കാരണം എൻ്റെ മേർഡറാണ് മമ്മൂക്ക അന്വേഷിക്കുന്നത് ആ പടത്തിൽ. അപ്പം ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ലായിരുന്നു അത്. അപ്പം അതിൻ്റെ വിഷമം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡയറക്ടറെ അടുത്ത് അജയ് സാറിൻ്റെ അടുത്തൊക്കെ പറയും, മമ്മൂക്ക ഉള്ള ഒരു എന്നെ വിളിക്കുമോ, എനിക്കൊന്ന് കാണാനോ പരിചയപ്പെടാനോ. പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ച സിനിമ ഇനി റിലീസ് ആയാലും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ ഡബ്ബിങ്ങിന് എന്തോ കറക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഡബ്ബിങ് സ്റ്റുഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഡബ് ചെയ്തിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പുള്ളിക്കാരൻ പുറത്തിരിക്കുന്നുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞ് ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ മമ്മൂക്ക. എനിക്ക് എന്താ പറയുക, ഹായ് എന്ന് പറയണോ, നമസ്കാരം എന്ന് പറയണോ, ഞാൻ വലിയ ഫാനാന്ന് പറയണോ, എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായി നിൽക്കുക അവിടെ. അപ്പോൾ പുള്ളിക്കാരനാണ് ഇങ്ങോട്ട് സംസാരിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. അപ്പം പിന്നെയാണ് എനിക്കൊന്ന് ബോധത്തിലോട്ട് ഞാൻ തിരിച്ചു വന്നത്. അതിനുശേഷം മധുരരാജ ചെയ്യുമ്പോൾ കോമ്പിനേഷൻ സീൻസ് ഒരുപാടുണ്ടായിരുന്നു. വളരെ ഫണ്ണാണ് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഭയങ്കര എനർജറ്റിക് ആണ്. ഡയലോഗ് കയ്യിൽ വന്നു കഴിഞ്ഞ ആൾക്ക് എനിക്കൊന്ന് വായിച്ചാൽ മതി, ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങ് റീഡ് ആവും ഡയലോഗ്സ് ഒക്കെ. അപ്പം ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇത് കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. അപ്പം ഭയങ്കര ഫണ്ണായിരുന്നു.